ജീവിതയാത്രയിൽ ഞാൻ യേശുക്രിസ്തുവിൽ എത്തിച്ചേർന്ന അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനായി മുഖാന്തരങ്ങൾ ഒരുക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സാക്ഷ്യം പറയാനായി അവസരം നൽകിയ ഹോപ്പ് ആൻഡ് പ്രോമിസസ് എന്ന യൂട്യൂബ് ചാനലിന് ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് സുരേഖ സാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സാം വർഗീസ്. ദൈവം ഞങ്ങൾക്ക് ദാനമായ 2 ആൺകുഞ്ഞുങ്ങളെ നൽകിയിട്ടുണ്ട്. ജോലിയോടുള്ള ബന്ധത്തിൽ ഞങ്ങളിപ്പോൾ സൗദി അറേബ്യയിൽ റിയാദ് സിറ്റിയിലായിരിക്കുന്നു. ഞാനൊരു ഹൈന്ദവ നായർ ഫാമിലിയിലാണ് ജനിച്ചു വളർത്തപ്പെടാനിടയായത്. സ്നേഹസമ്പന്നരായ മാതാപിതാക്കളുടെ മകളായി ജനിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. അവർക്കറിയാവുന്ന വിശ്വാസത്തിൽ അവരെന്നെ വളർത്താൻ ശ്രദ്ധിച്ചു പോന്നു. എൻ്റെ ഗ്രാൻഡ് പാരൻസുമായി എനിക്കൊരു അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. അവരും എന്നെ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഉത്സാഹിപ്പിച്ച് വളർത്തി. ഇതെല്ലാമായിരുന്നു എൻ്റെ കൊച്ചുകാലത്തെ ദൈവവിശ്വാസത്തിന് ആധാരമായ കാര്യങ്ങൾ. ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ കോൺവെന്റ് സ്കൂളിലാണ്. ഒരുപാട് ദൈവങ്ങളുടെ നടുവിൽ വളർന്നിരുന്ന ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ മറ്റൊരു ദൈവത്തെ കൂടെ കണ്ടുമുട്ടാനിടയായി. ഞങ്ങളുടെ സ്കൂളിന്റെ ചാപ്പലിൽ മരക്കുരിശിൽ ക്രൂശിതനായി കിടന്ന യേശുക്രിസ്തു എന്ന ദൈവത്തെ, മനുഷ്യരുടെ കൈകളാൽ ക്രൂശിക്കപ്പെട്ട് സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ആ ദൈവത്തെ കണ്ട് എനിക്ക് സഹതാപം തോന്നുമായിരുന്നു. പലപ്പോഴും സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത ദൈവം എങ്ങനെ മറ്റുള്ളവരെ പ്രാർത്ഥനയിൽ അവരെ രക്ഷിക്കുമെന്നെല്ലാം ഞാൻ ചിന്തിച്ചു. ഇതല്ലാതെ ക്രിസ്തുവിനെ കുറിച്ച് മറ്റൊന്നും എനിക്ക് അക്കാലങ്ങളിൽ അറിയില്ലായിരുന്നു. എന്നാൽ പല വിശ്വാസങ്ങളിൽ നിന്നുള്ള കൂട്ടുകാരും എനിക്കുണ്ടായിരുന്നു. അവരവരുടെ വിശ്വാസങ്ങൾ, ദൈവിക കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് സ്വാമി വിവേകാനന്ദന്റെ പുസ്തകം വായിച്ചപ്പോൾ അതിലിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വിഗ്രഹാരാധനയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതായത് പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും നമ്മുടെ ഏകാഗ്രതയെ കേന്ദ്രീകരിക്കാനുള്ള ഒരു വസ്തുവായാണ് വിഗ്രഹത്തെ പറയുന്നത്. ഞാനും അത് അങ്ങനെ ആയിരിക്കാമെന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു പോന്നു. എന്നാൽ മറ്റു മതവിശ്വാസത്തിലുള്ള എല്ലാവരെയും അംഗീകരിക്കുവാനും ആദരിക്കുവാനും എല്ലാം എനിക്ക് കഴിഞ്ഞു. എല്ലാ വിശ്വാസങ്ങളും ഒരേ സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്ന നദികളാണെന്ന് ഞാൻ മനസ്സിലാക്കി പോന്നു. പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കാൻ ചെന്നപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റിൽ ഒരാളൊരു സുവിശേഷകനായിരുന്നു. ഫ്രീ ടൈമിൽ ഞങ്ങളോട് എല്ലാവരോടും സുവിശേഷം പറയാൻ സമയം കണ്ടെത്തിയിരുന്നു. പലപ്പോഴും യേശുവിനെ കുറിച്ച്, യേശു ഏകരക്ഷകനാണെന്നെല്ലാം പറയുമ്പോൾ ഞങ്ങൾ തിരിച്ചു വിമർശിക്കുമായിരുന്നു. ഞാനൊരു ദിവസം ചോദിച്ചു, യേശു എങ്ങനെ ലോകരക്ഷകനാകും? സ്വയം ക്രൂശിൽ നിന്ന് രക്ഷപ്പെടാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ മറ്റുള്ളവരെ, ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ ഇടയാകും എന്ന് ചോദിച്ചു. അപ്പോൾ ആ സുഹൃത്ത് എനിക്ക് ദൈവത്തിന്റെ രക്ഷാ പദ്ധതി എന്താണെന്നും തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ മാനവകുലത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച ആ രക്ഷാ പദ്ധതിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. അല്ലാതെ യേശുക്രിസ്തു സ്വയം രക്ഷിക്കാൻ കഴിയാതെ ക്രൂശിൽ ആയിപ്പോയതല്ല എന്നും, മാനവരാശിക്ക് വേണ്ടിയാണ് താൻ തന്നെത്താൻ യാഗമായി തീർന്നതെന്നും അത് ദൈവത്തിന്റെ ഒരു രക്ഷാ പദ്ധതിയാണെന്നെല്ലാം കേട്ടു. എന്നാൽ ഒന്ന് വിരൽ ഞൊടിച്ചിരുന്നെങ്കിൽ അസംഖ്യം ദൂതന്മാർ വന്ന് തന്നെ വിടുവിക്കാൻ കഴിയുമായിരുന്നുവെന്നും, എന്നാൽ നമ്മളെ കരുതി, നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ആ കുരിശിലുള്ള ആ മരണത്തെ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു എന്നെല്ലാം മനസ്സിലാക്കി. CMS കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന ICPF മീറ്റിംഗിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയുണ്ടായിരുന്നു. ഒരുപാട് സമയം അങ്ങനെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഒരു ദിവസം പോയേക്കാമെന്ന് കരുതി ഞങ്ങൾ ചില ഫ്രണ്ട്സ് ഒരുമിച്ച് ICPFന്റെ മീറ്റിംഗിലേക്ക് കടന്നുപോയി. അന്ന് അവിടെ കൈയടിച്ച് ആരാധിക്കുന്ന കുറച്ച് കൂട്ടം ആളുകളെയാണ് ഞാൻ കണ്ടത്. അവർ പാടുന്നത് ജീസസ് ഈസ് ദ വിന്നർ മാൻ എന്നുള്ളൊരു പാട്ടാണ്. പക്ഷേ എനിക്കത് എൻ്റെ ജീവിതത്തിൽ അങ്ങ് അംഗീകരിക്കാൻ പ്രയാസം തോന്നി. എൻ്റെ മറ്റു ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് കൈയടിച്ച് ആരാധിക്കുകയെല്ലാം ചെയ്തപ്പോൾ
ഞാൻ മാത്രം എനിക്കത് കഴിയില്ല എന്നുള്ള നിലയിൽ മാറി നിൽക്കുകയായിരുന്നു. കാരണം എനിക്ക് മറ്റു ദൈവങ്ങളുണ്ട്, അപ്പൊ എനിക്ക് അങ്ങനെ പാടാനായിട്ട് എൻ്റെ മനസാക്ഷി എന്നെ അനുവദിച്ചില്ല. അങ്ങനെ പിന്നെയും ആ സുഹൃത്ത് ഞങ്ങളെ ICPF മീറ്റിംഗിലേക്ക് എല്ലാം ക്ഷണിക്കുമായിരുന്നെങ്കിലും പിന്നെ അതിനുശേഷം എനിക്ക് കടന്നു പോവാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. പിന്നെയും ബൈബിളുമായിട്ടുള്ള ഡിബേറ്റുകളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെങ്കിലും അതൊന്നും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ അന്നേരം തയ്യാറായില്ല. ഞങ്ങളുടെ PG പഠനം അവസാനിച്ചു. പലരും പല വഴിയിലേക്ക് തിരിഞ്ഞു. ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് PhDക്ക് ജോയിൻ ചെയ്യാനിടയായി. അങ്ങനെ എൻ്റെ റിസർച്ച് കോർഡിനേറ്റർ ഒരു ദിവസം എനിക്കൊരു ബൈബിൾ സമ്മാനിച്ചു. ഇത് എൻ്റെ PGയിൽ വെച്ച് പറഞ്ഞു തന്ന സുഹൃത്ത് പറഞ്ഞു തന്ന പല കാര്യങ്ങളും ഇതിലുണ്ടല്ലോ. പ്രവചന പുസ്തകമാണ്, ഇതൊരു നല്ല ഗ്രന്ഥമാണ്, എൻ്റെ കയ്യിൽ അതിരിക്കട്ടെ, ഒരു നല്ല അസറ്റായിട്ട് ഞാൻ അതിനെ സൂക്ഷിച്ചു വെച്ചു. ഞാനത് തുറന്ന് വായിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും സ്ട്രൈക്ക് ചെയ്തില്ല. അങ്ങനെ ഞാനത് സൂക്ഷിച്ച് വീട്ടിൽ കൊണ്ട് എൻ്റെ കബേർഡിൽ ഭദ്രമായി വെക്കുകയാണ് ചെയ്തത്. അതിനിടയിൽ എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ ചില കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ആ സമയത്ത് വരാനിടയായിരുന്നു. കാരണം ഒരുപാട് ദൈവങ്ങള്, ആരോട് ഞാൻ എന്ത് പ്രാർത്ഥിക്കണം, ആരെ ഞാൻ ഇഷ്ടദേവനായി സ്വീകരിക്കണം എന്നെല്ലാം എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായി. അത് മാത്രമല്ല, ചില സമയങ്ങളിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന സമയമുണ്ട്. ചില സമയത്ത് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നാൽ ദൈവം അശുദ്ധമായി തീരുമെന്നെല്ലാം പറയുന്ന അതിനെയൊന്നും അംഗീകരിക്കാൻ ആ സമയങ്ങളിൽ സാധിച്ചില്ലായിരുന്നു. പിന്നീട് ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കാനിടയായത് ഒരു സംഭവം ഇതാണ്. രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ, അവൾ ഓടിച്ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവൾ ശുദ്ധയായി തീർന്നതായി അതിൽ ഞാൻ വായിക്കാനിടയായി. അതേസമയം യേശുക്രിസ്തു അവിടെ അശുദ്ധനായി തീർന്നില്ല. ഈ കാര്യങ്ങളെല്ലാം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കാനിടയായത്. എങ്കിലും എൻ്റെ വിശ്വാസത്തിൽ എന്താണ് ഇങ്ങനെയെന്ന കാലങ്ങളിൽ ഞാൻ ചിന്തിക്കുമായിരുന്നു. അങ്ങനെ കുറച്ചു കാലങ്ങൾ കടന്നുപോയി. എൻ്റെ ജീവിതത്തിൽ ചില വേദനകളും പ്രയാസങ്ങളും, അതായത് ഫിസിക്കലി രോഗത്തിന്റെ അവസ്ഥകളിലൂടെ ഞാൻ കടന്നു പോകാനിടയായി. എനിക്കൊരു ഒവേറിയൻ സിസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഒരുപാട് പെയിൻഫുൾ ആയിരുന്നു. കുറച്ച് ബ്ലീഡിങ് സിസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് മെഡിക്കേഷൻ എല്ലാം എടുക്കേണ്ടി വന്നു. ഒരുപാട് മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഞാൻ വീക്കായിട്ട് എനിക്ക് റിസർച്ച് ലാബിൽ ചെന്നാലും എനിക്ക് വർക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായി. ആ സമയങ്ങളിലെല്ലാം ഞാൻ ഒരുപാട് എൻ്റെ ദേവന്മാരോട് ഞാൻ ഉറക്കെ നിലവിളിച്ച് ചോദിച്ചു, എന്നെ രക്ഷിക്കാൻ കഴിയാത്തത് എന്താണ്? ഞാൻ ഒരുപാട് പെയിൻഫുൾ ആയിട്ട് കടന്നു പോകുന്ന സമയമാണ്. ഇനി ക്ഷീണാവസ്ഥയുണ്ട്. ഇതിൽ നിന്നെല്ലാം വിടുവിക്കാൻ കഴിയില്ലേ എന്ന് ഒരു ദിവസം ഞാൻ ക്ഷേത്ര നടയിൽ ചെന്ന് നിന്ന് എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, നിനക്ക് എന്നെ വിടുവിക്കാൻ കഴിയില്ലേ? ആ സമയത്ത് ഈ മെഡിസിൻസ് എല്ലാം കഴിച്ച് എൻ്റെ വായിൽ ഒരുപാട് അൾസേഴ്സും ഉണ്ടായിരുന്നു. ഈ വായിൽ അൾസർ വന്നാൽ പിന്നെ എനിക്ക് വായ തുറക്കാൻ പറ്റുകയോ ഭക്ഷണം കഴിക്കാൻ പറ്റുകയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒരുപാട് വേദനകൾ, ഈ സിസ്റ്റിന്റെ വേദന, മൗത്ത് അൾസറിന്റെ വേദന, ഇതുമായി ഞാൻ ഒരുപാട് മല്ലടിച്ച് ആ സമയങ്ങളിൽ ജീവിച്ചു പോന്നു. പലപ്പോഴും ക്ഷീണാവസ്ഥയിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ അമ്പലത്തിൽ പോയി എൻ്റെ ദൈവത്തോട് എന്നോട് മറുപടി പറയണമെന്ന് ചോദിച്ചെങ്കിലും ആ ദൈവത്തിന് തിരിച്ചു മറുപടി പറയാൻ കഴിയില്ലായിരുന്നു. എന്നോടൊന്നും പറഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. എന്നാൽ അതേ ക്ഷേത്ര നടയിൽ സംഭവിച്ച മറ്റൊരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അതേ അമ്പലത്തിൽ അവിടെ വരുന്നൊരു വിശ്വാസി തൻ്റെ മകന് മഞ്ഞപ്പിത്തം എന്ന രോഗം കൂടി ഡോക്ടേഴ്സ് എല്ലാം കൈ ഒഴിഞ്ഞു, ഇനി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഞങ്ങളുടെ അമ്പലത്തിൽ വരുന്ന ആ വിശ്വാസിയായ ആ ആൾ ഓടി വന്ന് ഈ ദേവനോട്, ദൈവമേ, എൻ്റെ മോനെ രക്ഷിക്കാൻ നിനക്ക് കഴിവില്ലയോ എന്ന് ചോദിക്കാൻ ഇടയായതും, ആ മനുഷ്യൻ അവിടെ ആ അമ്പലത്തിന്റെ നടക്കെ തല ചുറ്റി വീഴാനിടയായതും, അവിടെ വെച്ച് ഒരു ദർശനം കാണാനിടയായതും
അമ്പലത്തിൽ ഒരു ശ്രുതിയായി പടർന്നിരുന്നു. അത് ഞാനും കേൾക്കാനിടയായി. ആ ദർശനത്തിൽ ഒരു പെന്തക്കോസ്റ്റ് ആരാധന നടക്കുന്ന, കൈയടിച്ച് ആരാധിക്കുന്നവരുടെ മധ്യത്തിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടു ചെല്ലുകയും ആ കുഞ്ഞ് സൗഖ്യമായി തീരുകയും ചെയ്ത ഒരു ശ്രുതി പരക്കെ പടർന്നിരുന്നു. അത് ഞാനും കേൾക്കാനിടയായി. ഞാൻ ഒരുപാട് ചിന്തിച്ചു, ഇതിപ്പോ ഒരു ഡോക്ടർ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് റെഫർ ചെയ്ത് വിട്ടതുപോലെ എന്തിനാണ് പെന്തക്കോസ്റ്റ് ആലയത്തിലേക്ക് വിടാനിടയായിരുന്നു? അപ്പോൾ അതിന്റെ ചിന്തയായിരുന്നു. എന്നാൽ ഞാനും അതേ അമ്പലനടയിൽ നിന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് ഈ വേദനകളൊന്നും ക്ഷീണങ്ങളും താങ്ങാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്കൊരു മറുപടിയും കിട്ടുന്നില്ല. അങ്ങനെ 3-4 ദിവസങ്ങൾ കഴിഞ്ഞു. ഞാൻ വീട്ടില് എൻ്റെ മുറിയിൽ ഞാൻ കിടക്കുകയായിരുന്നു. ഞാൻ കബോർഡിൽ എടുത്തു വെച്ച എൻ്റെ ഈ ബൈബിൾ എന്നെ ആകർഷിക്കുന്നത് പോലെ തോന്നി. അതിന്റെ ഹോളി ബൈബിൾ എന്ന ആ ലെറ്റേഴ്സ് തിളങ്ങുന്നതായി എനിക്ക് തോന്നി. ഹോളി ബൈബിൾ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിനോട് ചോദിച്ചു എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന്. പക്ഷെ എനിക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല. എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവുമില്ല. എന്നാൽ ബൈബിളിലെ ദൈവത്തിന് എന്നോട് എന്താ പറയാനുള്ളത്? എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബൈബിളിലെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണെന്ന്. എന്നാൽ ബൈബിളിലെ ദൈവത്തിന് എന്നോട് എന്നാ സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ച് ഞാൻ ഈ ബൈബിൾ തുറക്കാനിടയായി. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിന്റെ 59-ാം അധ്യായം അതിന്റെ 1-ാം വചനമാണ് എനിക്ക് ആദ്യമായി കിട്ടിയത്. രക്ഷിക്കാൻ കഴിയാതെ വണ്ണം എന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാൻ കഴിയാതെ വണ്ണം എന്റെ കാതുകൾ മന്ദമായിട്ടില്ല. ഞാൻ വളരെ എക്സൈറ്റഡ് ആയി. ഞാൻ ചോദിച്ചതിന്റെ ആൻസർ ആണ് എനിക്ക് ബൈബിളിലെ ദൈവം വെളിപ്പെടുത്തിയത്. എന്റെ ചോദ്യങ്ങളുടെ ഒരു മൾട്ടിപ്പിൾ ചോദ്യങ്ങളുടെ ഒരു ആൻസർ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ ഒരുപാട് പെട്ടെന്ന് നല്ല സന്തോഷത്തിലായി. ഇങ്ങനെ എന്നോട് സംസാരിച്ചിട്ടില്ല ഒരു ദൈവവും ഇതുവരെ. അപ്പൊ ഞാൻ വീണ്ടും ബൈബിളിലെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാനും ദൈവത്തെ എന്റെ കുട്ടിക്കാലം മുതലേ സേവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതിലെന്താണ് തെറ്റ്? അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന ദൈവത്തിന് എന്താ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ച് വീണ്ടും ഞാൻ ബൈബിൾ തുറക്കാനിടയായി. എനിക്ക് ഈ ബൈബിളിൽ എവിടെ എന്തെല്ലാമാണെന്നോ, പഴയ നിയമം എന്താ പുതിയ നിയമം എന്താ ഒന്നും അറിയില്ലാത്തൊരവസ്ഥയിലാണ് ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ വീണ്ടും തുറന്നപ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 14-ാം അധ്യായത്തിലെ 6-ാം വാക്യം. അതിങ്ങനെയാണ് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിലേക്ക് എത്തിച്ചേരുന്നില്ല എന്ന്. അപ്പൊ എന്നോട് പറയാം, യേശുക്രിസ്തുവിന്റെ സ്പെഷ്യാലിറ്റി വഴിയും സത്യവും ജീവനുമാണ്. പിതാവിലേക്കുള്ള വഴിയാണ്, ഇതൊരു സത്യമാണ്, ജീവനുമാണ് എന്ന്. ഞാൻ ചോദിക്കുന്നതിനെല്ലാം മറുപടി നൽകുന്ന ഒരു പുസ്തകമാണല്ലോ ബൈബിൾ. ദൈവം സംസാരിക്കുന്ന പുസ്തകമാണല്ലോ ബൈബിൾ. ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും അതെന്റെ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെ വന്നപ്പോഴാണ് എനിക്ക് ആ വിശ്വാസം വർദ്ധിക്കാനിടയായത്. പിന്നെയും ഞാൻ പല ചോദ്യങ്ങളോടുകൂടെ ഈ ബൈബിൾ തുറന്ന് വായിക്കാനിടയായി. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമെന്നവണ്ണം വിഗ്രഹങ്ങളെ കൊണ്ട് അകന്നിരിക്കാനും വിഗ്രഹങ്ങളെ സേവിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ അവകാശികളാവില്ല എന്നുമെല്ലാം കേൾക്കാനിടയായി. ഞാൻ വീണ്ടും ചോദിച്ചു, ദൈവമേ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. യെഹെസ്കേൽ 8-ാമത്തെ അധ്യായം ദൈവം എൻ്റെ മുമ്പിൽ തുറന്ന് കാണിച്ചു തന്നു. അതിൽ ദൈവം ഇങ്ങനെ പറയുന്നു, പ്രവാചകനെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ ഞാൻ മ്ലേച്ഛകരമായ ചില കാര്യങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ആദ്യം ഒരു ബിംബത്തെ നാട്ടിയിരിക്കുന്നതായും ആളുകളെല്ലാം പിൻഭാഗം തിരിഞ്ഞ് യെരൂശലേം ദേവാലയത്തിന് പിൻഭാഗം തിരിഞ്ഞ് ഈ ബിംബത്തെ നമസ്കരിക്കുന്നതായും കാണിച്ചു കൊടുത്തു. എന്നിട്ട് ദൈവം വീണ്ടും പറഞ്ഞു, ഇതിലും കുറച്ചുകൂടെ മ്ലേച്ഛകരമായത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. സർപ്പ ആരാധന ചെയ്യുന്ന ഇസ്രായേൽ ജനത്തെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം ദൈവം പ്രവാചകനോട് വീണ്ടും പറഞ്ഞു, ഇനി ഇതിലും മ്ലേച്ഛമായത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. സൂര്യ നമസ്കാരം ചെയ്ത് അപ്പോഴും പിൻഭാഗം യെരൂശലേം ദേവാലയത്തിലേക്ക് കാണിച്ച് സൂര്യ നമസ്കാരം ചെയ്യുന്ന കുറച്ച് ആളുകളെ ദൈവം കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം എനിക്ക് വെറുപ്പാകുന്നു. അത് എന്നെ ഒരുപാട് ചിന്തിക്കാനിടയാക്കി. കാരണം ഞാൻ ചെറുപ്പത്തിലേ മുതൽ ചെയ്യുന്ന കാര്യങ്ങളായി ബിംബാരാധന, സർപ്പാരാധന, സൂര്യ നമസ്കാരം എല്ലാം ഞങ്ങളുടെ
വിശ്വാസത്തിലുള്ളതാണ്. 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ രാത്രി ഉറക്കത്തിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം പോലെ കാണുകയാണ്. ഒരു അനുഭവമായിട്ട് ഞാനിങ്ങനെ എൻ്റെ ഉറക്കത്തിൽ കാണുക, എൻ്റെ പുറകിൽ പ്രകാശരൂപിയായി ആരോ നിൽക്കുന്നതായി എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നാനിടയായി. ഇത് യേശു ക്രിസ്തുവാണെന്ന് പെട്ടെന്ന് മനസ്സിൻ്റെ അകത്തൊരു സെൻസ് ചെയ്യാനിടയായി. ഒന്നുകൂടെ ഞാൻ എഴുന്നേറ്റ് വീണ്ടും കിടന്നു. വീണ്ടും അത് കണക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് വെറുമൊരു സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാണ്, ഇത് ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. ഞാൻ നിന്നോട് ഈ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ബൈബിളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ഞാൻ യേശു ക്രിസ്തുവാണ്. ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറയാനിടയായി. ഞാൻ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എനിക്കൊരുപാട് സന്തോഷം തോന്നി. എന്നോട് ഒരുപാട് സംസാരിച്ചു. എന്നെ എന്തെല്ലാമോ പറഞ്ഞ് എൻ്റെ ആത്മാവിൽ ഉറപ്പിക്കാനിടയായി. അങ്ങനെ ഞാൻ ആ സന്തോഷകരമായ അനുഭവത്തോടുകൂടെ ഞാൻ കിടന്ന് ഉറങ്ങാനിടയായി. ഉറങ്ങി പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഞാൻ കാണുന്നത്, ഞാനൊരു വിഷൻ കാണുക, ഒരു ദർശനമായി കാണുന്നു. വിഗ്രഹങ്ങൾ മറഞ്ഞു കിടക്കുന്നു. എനിക്ക് മനസ്സിലായി, എൻ്റെ മനസ്സിൽ വിഗ്രഹങ്ങൾ മറഞ്ഞു കിടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തോ ഒരു വലിയ സന്തോഷം എന്നെ ഭരിക്കാൻ തുടങ്ങി. നാളുകളായി ഞാൻ തേടി നടന്ന ദൈവത്തെ ഞാൻ കണ്ടെത്തി. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ ഒരുപാട് ചിന്തകളിലൂടെ ഇത് ഏതാ ശരി, ഏതാണ്, എങ്ങനെയാണ് എന്നെല്ലാം ഒരുപാട് ചിന്തകളിലൂടെ ആയിരുന്നു ഞാൻ അന്വേഷിക്കാൻ. ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിച്ചു. അതുകൊണ്ട് ദൈവം എൻ്റെ മുമ്പിൽ വന്നു എന്നെല്ലാം ഞാൻ സന്തോഷത്തോടെ, അതെന്തോ വിലപിടിപ്പുള്ളൊരു നിധി കിട്ടിയതുപോലെ ആയിരുന്നു എനിക്ക്. ഒരു കാര്യം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥ ദൈവത്തെ തേടാൻ നമ്മൾ ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്താൽ, നമുക്ക് ആ ഒരു സത്യ അന്വേഷണം ഉണ്ടെങ്കിൽ യഥാർത്ഥമായ ദൈവം നമ്മുടെ അടുത്ത് വരും, നമ്മളെ തന്നെത്താൻ വെളിപ്പെടുത്തും. യഥാർത്ഥ ദൈവത്തിന്റെ 2-3 പ്രത്യേകതകൾ ഇതാണ്. ഞാൻ മനസ്സിലാക്കിയ പ്രത്യേകതകൾ ഇതാണ്. ഒന്ന്, യഥാർത്ഥ ദൈവം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കും, ഒരു പരമ അധികാരിയായിരിക്കും. നമ്മളെ ഏതവസ്ഥയിലും ആശ്രയം നൽകാൻ കഴിയുന്നൊരു ദൈവമായിരിക്കും. രണ്ടാമതായി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നമ്മളോട് തിരിച്ചു സംസാരിക്കുന്ന, നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നൊരു ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. മൂന്നാമതായി, യഥാർത്ഥ ദൈവം പരിശുദ്ധനായിരിക്കും. അവന് യാതൊരു അശുദ്ധിയും ഉണ്ടാവുകയില്ല. നമ്മളെ ആ പരിശുദ്ധിയിലേക്ക് നടത്തുകയും നമ്മളെ ഡിസിപ്ലിൻ ആക്കുകയും നമ്മുടെ ഹൃദയശുദ്ധിയെ ആഗ്രഹിച്ചുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ഈ 3 കാര്യങ്ങൾ കണ്ടെത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം അത് നമ്മുടെ ദൈവം യഥാർത്ഥ ദൈവമാണ്. ഞാൻ അങ്ങനെ കണ്ടെത്തിയ ദൈവം യേശുക്രിസ്തു, ബൈബിളിൽ യേശുക്രിസ്തുവാണ്. അങ്ങനെ യഥാർത്ഥ ദൈവത്തെ കണ്ട് മുട്ടിയ സന്തോഷത്തിലായിരുന്നു പിന്നീടുള്ള നാളുകൾ. കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ റിസർച്ച് ലാബിൽ ഒരു പുതിയ സ്റ്റുഡൻറ് വന്ന് ജോയിൻ ചെയ്തു. ഒരു റിസർച്ച് സ്കോളർ വന്ന് ജോയിൻ ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി, ഒരു വിശ്വാസിയായ, ദൈവവിശ്വാസിയായ ഒരു കുട്ടിയാണെന്ന്. കുറച്ച് നാളുകൾക്കുള്ളിൽ ഞങ്ങൾ പരിചയപ്പെടാനും നല്ല സുഹൃത്തുക്കളാവാനും ഇടയായി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കുണ്ടായ അനുഭവം ആ കുട്ടിയുമായി ഷെയർ ചെയ്തു. ആ കുട്ടിയുടെ പേരാണ് സുനിത പൗലോസ് എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ഞാൻ എൻ്റെ അനുഭവം ഷെയർ ചെയ്തപ്പോൾ സുനിതയുടെ സാക്ഷ്യം എന്നോട് ഷെയർ ചെയ്യാനിടയായി. ഒരു കാത്തലിക് ഫാമിലിയിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങുകയും വളരെ ചെറുപ്രായത്തിൽ വിശ്വാസത്തിൽ ഇറങ്ങുകയും പിന്നീട് ദൈവം കുടുംബാംഗങ്ങളെല്ലാം ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു നല്ലൊരു അത്ഭുത സാക്ഷ്യം ഞാൻ കേൾക്കുകയും ഞാൻ വീണ്ടും യേശുക്രിസ്തുവിൽ ഒന്നുകൂടെ ഉറയ്ക്കാൻ ഇടയാവുകയും ചെയ്തു. സുനിതയും ഞാനും ഒരുപാട് സ്പിരിച്വലായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ ഇടയായി. പിന്നെ ഞങ്ങൾ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിച്ചു. ഒരു ചർച്ച്, ഒരു ഫെലോഷിപ്പ് വേണം എന്ന ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടാവാനിടയായി. എറണാകുളം MG റോഡിൽ പത്മ ജംഗ്ഷന്റെ അടുത്ത് എക്സഡസ് എന്നുള്ളൊരു ചർച്ചുണ്ട്. ഞങ്ങൾ അവിടെ
ഒരു ദിവസം ആദ്യമായി കടന്നുപോയി. വളരെ എക്സൈറ്റഡ് ആയിട്ട് കടന്നുപോയത് ഞാനിപ്പോൾ ഓർക്കുന്നു. ആദ്യ ദിവസങ്ങളിലെല്ലാം ഒരുപാട് ഒബ്സർവേഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം ഇതിവിടെ എന്തെല്ലാമാണ് നടക്കുന്നതെന്നും ഞാൻ വായിക്കുന്ന ഈ ബൈബിളിലെ ദൈവത്തെ തന്നെയാണോ അവർ പ്രസന്റ് ചെയ്യുന്നതെന്നും എല്ലാം ശ്രദ്ധിച്ചു പോന്നു. നാളുകൾക്കുള്ളിൽ എനിക്ക് മനസ്സിലായി, ഇതേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അതേ കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് അവർ പ്രസംഗിക്കുന്നതെന്ന്. വചന ശുശ്രൂഷകളിലെല്ലാം ഞാൻ വളരെ ശ്രദ്ധാപൂർവം കേട്ടു. കുറെ കാര്യങ്ങൾ മനസ്സിലാവാനിടയായി. അങ്ങനെ ഞാൻ എൻ്റെ ഈ ബൈബിളുമായി നിത്യമായിട്ട് ഈ ബൈബിളെ എന്നും വായിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം യെശയ്യാവ് എഴുതിയ പ്രവചന പുസ്തകത്തിന്റെ 51-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു: എന്റെ നീതി പുറപ്പെട്ടിരിക്കുന്നു, എന്റെ രക്ഷ സമീപമായിരിക്കുന്നു. അത് ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയായിരുന്നു എഴുതിയത്: യുവർ സാൽവേഷൻ ഇസ് ഓൺ ദ വേ. ഞാൻ വിചാരിച്ചു, ദൈവമേ, ദൈവത്തിന്റെ സാൽവേഷൻ, എന്നെ രക്ഷ സമീപിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രം എനിക്ക് മനസ്സിലായി. എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലോർത്തു. ഒരു ദിവസം ഞാനും സുനിതയുടെ എക്സഡസ് ചർച്ചിലേക്ക് കടന്നുപോയി. വചന ശുശ്രൂഷയുടെ സമയത്ത് ഒരുപാട് മാനസാന്തരത്തിന്റെ അനുഭവം എനിക്കുണ്ടായി. എനിക്ക് അടക്കാനാവാതെ ഒരു കണ്ണുനീർ എന്നിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. യേശുവിന്റെ ക്രൂശീകരണത്തിൽ ഓരോരുത്തരും പങ്കാളികളാണെന്ന് മനസ്സിലാക്കാനിടയായി. ഞാനും അതിലൊരു ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടെന്ന്. എൻ്റെ പഴയ കൊച്ചു കൊച്ചു തെറ്റുകളെയും കുറ്റങ്ങളെയും ഓർത്ത് ഞാൻ ഒരുപാട് അനുതപിച്ച് കരയാൻ തുടങ്ങി. എനിക്കും ഈ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം എന്ന് ഞാൻ പറയാനിടയായി. അങ്ങനെ അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ രക്ഷാവാചകം ചൊല്ലി ഞാൻ രക്ഷ ഏറ്റെടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിനത് എല്ലാം ചെയ്യാൻ അനുവദിക്കുന്നതല്ലല്ലോ എന്നെല്ലാം സുനിതയോട് പറഞ്ഞപ്പോൾ സുനിത എന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇതുവരെ നടത്തിയതെല്ലാം ദൈവമല്ലേ സുരേഖയോട് മുഖാമുഖം സംസാരിച്ചത്, ദൈവം തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഞങ്ങൾ ലാബിൽ തിരിച്ചു ചെന്നു. എൻ്റെ ബൈബിൾ എടുത്ത് ഞാൻ തുറന്നു ഒന്നുകൂടെ വായിച്ചു. ദൈവമേ, ഞാൻ ഇന്ന് രക്ഷകനായി അങ്ങേ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഈ ബൈബിൾ തുറന്നപ്പോൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ദൈവം വീണ്ടും എന്നോട് ഇടപെട്ടു. ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. അതെന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ദൈവം എനിക്ക് രക്ഷ നൽകിയെന്നും അത് ഇപ്പോൾ തന്നെ ആവുന്നുവെന്നും ഞാൻ വീണ്ടും അതിൽ തന്നെ ഉറക്കാനിടയായി. അങ്ങനെ കിട്ടുന്ന സമയത്തെല്ലാം ചർച്ചിൽ പോവുകയും ചിലപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ടും ചിലപ്പോൾ ഞായറാഴ്ച സൺഡേ സർവീസിനായിട്ട് പോകാനും എല്ലാം ഇടയായി. അങ്ങനെ ഒരുപാട് ആരാധനയിലെല്ലാം എനിക്ക് സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞു. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാനും സുനിതയും കൂടെ ലാബിൽ നിന്ന് സമയം കിട്ടിയപ്പോൾ കടന്നുപോയി. അവിടെ ഒരു ഗസ്റ്റ് പാസ്റ്റർ ഒന്നും ഉണ്ടായിരുന്നു. എബി ഐരൂർ എന്ന പാസ്റ്ററായിരുന്നു അന്ന് ശുശ്രൂഷിച്ചിരുന്നത്. ആ പാസ്റ്റർ പുൽപിറ്റിൽ നിന്ന് ഇറങ്ങി നടന്ന് പുറകു ഭാഗത്തേക്ക് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: യേശു യോഹന്നാൻ സ്നാപകന്റെ കൈ കീഴിൽ യോർദാനിൽ മുങ്ങി സ്നാനമേറ്റ കാര്യം എന്നോട് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, സ്നാനപ്പെടുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എന്നോട് ചോദിച്ചു. എനിക്ക് മനസ്സിലായി ആ ചോദ്യം എന്നോടാണെന്ന്. ആ വാക്കുകൾ എന്നോട് തന്നെ സംസാരിച്ചു. എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസനിലൂടെ എന്നോട് സംസാരിക്കുകയാണെന്ന്. മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ചെന്ന് ആ ദൈവദാസനെ വീണ്ടും കണ്ടു. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, ഞാൻ രക്ഷ ഏറ്റെടുത്തിട്ടുണ്ട്, പക്ഷേ ഒരു സ്നാനത്തിനായി ഒരുങ്ങാൻ പറ്റുമോ, അതിനുള്ള തയ്യാറെടുപ്പുകൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ സുനിതയും തമ്മിൽ ഇത് എന്ത് ചെയ്യണമെന്നെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് പോയി. ഞങ്ങൾ ഒരു ദിവസം ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായി ഒരു പകുതി ദിവസം ഉപവാസ പ്രാർത്ഥനയോടെ ഞങ്ങൾ ലാബിൽ വെച്ച് അങ്ങോട്ട് മാറി മാറി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഞങ്ങൾക്കൊരു കൺഫർമേഷൻ ആയിട്ടുള്ളൊരു വചനം, ഒരേ വചനം ഞങ്ങളോട് 2 പേരോടും 2 സ്ഥലങ്ങളിൽ വെച്ച് ഇടപെടുകയാണ്. എന്നോട് ദൈവം ഇടപെട്ട വചനം 1 പത്രോസ് 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ ഇപ്പോൾ സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ. ആ വചനം എന്നോട് സംസാരിച്ചു. ഞാൻ ഈ വചനം കാണിച്ചു ഓടി സുനിതയുടെ ക്യാബിനിലേക്ക്
ഓടിച്ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഇതേ വചനം സുനിത നോട്ടിലേക്ക് എഴുതിയെടുത്തിട്ട് എന്നോട് പറയാം, എനിക്കും കൺഫർമേഷൻ കിട്ടി, എൻ്റെ കയ്യിൽ ഒരു വചനമുണ്ട്. നോക്കിയപ്പോൾ അത് രണ്ടും ഒരേ വചനം. ഞങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആയി. ദൈവം ഞങ്ങളോട് രണ്ടുപേരോടും ഒരേ വചനത്താൽ സംസാരിച്ച് അതിനെ ഉറപ്പിച്ചിരിക്കുന്നു. പാസ്റ്റർ വിളിച്ച് ഞങ്ങളോട് പറയാനിടയായി, ഒരു ദിവസം ഞങ്ങൾ സ്നാന ശുശ്രൂഷ ക്രമീകരിച്ചിട്ടുണ്ട്, സമ്മതമാണെങ്കിൽ, ഒരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ വന്ന് സ്നാനം ഏറ്റെടുക്കണം, സ്നാനപ്പെടണമെന്ന് പറയാനിടയായി. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, സ്നാനപ്പെടാനായിട്ട് ഒരു പെയർ ഡ്രസ്സ് കയ്യിൽ വേണം. എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ, എൻ്റെ അമ്മ ഞങ്ങളെ വളരെ ക്ലോസ് ഒബ്സർവേഷനിൽ, എല്ലാ കാര്യങ്ങളും വളരെ ക്ലോസ് ആയതുകൊണ്ട് എനിക്കങ്ങനെ വീട്ടിൽ നിന്നൊരു ഡ്രസ്സ് അങ്ങനെ അമ്മ കാണാതെ എടുത്തുകൊണ്ടുവരാൻ പറ്റില്ല. അമ്മ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ എങ്ങനെ ഒരു ഡ്രസ്സ് കൊണ്ടുവരും, ഞാൻ എങ്ങനെ സ്നാനപ്പെടും? എനിക്ക് കൽപ്പന അനുസരിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ അത് അനുസരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോഴാണ് ഞാൻ ഒരു 2 മാസം മുമ്പ് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ അവിടെ അടുത്തൊരു കടയിൽ ഏൽപ്പിച്ചിരുന്നു. അത് പല പ്രാവശ്യം ചെന്നപ്പോഴും അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ കുറച്ച് നാളായി ഞാൻ അങ്ങോട്ട് പോവാതിരിക്കുന്ന സമയത്താണ് ഞാൻ അതിനെക്കുറിച്ച് ഓർത്തു. ഈ സ്നാനമുണ്ടെന്ന് പറഞ്ഞ ദിവസം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ആ ദിവസം ഈ ഡ്രസ്സ് റെഡിയാണെങ്കിൽ ഞാൻ സ്നാനപ്പെടും എന്ന് ഞാൻ ദൈവത്തിന് വാക്ക് കൊടുത്തു. അന്ന് രാവിലെ ഞാനും സുനിതയും കൂടെ ആ ഷോപ്പിലേക്ക് കടന്നു ചെന്നു. ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാനായി ഞങ്ങൾ കയറുമ്പോഴേക്കും ഞങ്ങൾ കാണുന്നത് എൻ്റെ ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്ത് മടക്കി വയ്ക്കുന്നതായിട്ടുള്ള കാഴ്ച. ഇത് റെഡിയായി എന്നുള്ള ഒരു സിഗ്നലായിരുന്നു അത്. അത് കണ്ട് വീണ്ടും വിശ്വാസം വർദ്ധിക്കാനിടയായി. ദൈവം ഇത് തന്നെ ആഗ്രഹിക്കുന്നത്, ഇന്ന് തന്നെ സ്നാനപ്പെടണമെന്ന ആഗ്രഹത്തിൽ ആ ഡ്രസ്സുമായി ഞങ്ങൾ രണ്ടുപേരും ചർച്ചിലേക്ക് പോയി. അങ്ങനെ ദൈവത്തെ ജലത്തിൽ സാക്ഷീകരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. എക്സോഡസ് ചർച്ചിലെ പാസ്റ്റർ റെജിയുടെ കൈക്കീഴിലാണ് ഞാൻ സ്നാനമേറ്റത്. പാസ്റ്റർ റെജിയായി അന്ന് മുതൽ എൻ്റെ ആത്മീയ പിതാവെന്നുള്ള ബന്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വീണ്ടും ആരാധനയ്ക്കായി കടന്നു വരണമെന്നെല്ലാം ആഗ്രഹത്തോടെ അന്ന് ഞാൻ വീട്ടിലേക്ക് പോയെങ്കിലും പിന്നീടുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായ പോലെ എനിക്ക് തോന്നി. എൻ്റെ സ്വാതന്ത്ര്യം എല്ലാം കുറഞ്ഞതായും എങ്ങനെയോ എൻ്റെ എൻ്റെ ഈ വിശ്വാസത്തിലുള്ള മാറ്റങ്ങൾ എൻ്റെ മാതാപിതാക്കൾ കണ്ടിട്ട് അവരെന്നെ കുറച്ചുകൂടെ ക്ലോസ് ഒബ്സർവേഷനിൽ വയ്ക്കാനിടയായി. അവർക്ക് മനസ്സിലായി ഞാൻ ഞങ്ങളുടേതായ വിശ്വാസങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെന്നും ചില കാര്യങ്ങളിലൊന്നും സഹകരിക്കാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ മറ്റേതോ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഒരു ചർച്ചുമായി ബന്ധപ്പെട്ട് എവിടെയോ പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനിടയായി. അതുകൊണ്ട് സൺഡേസിലൊന്നും പിന്നെ എന്നെ പുറത്തു വിടാൻ അനുവദിച്ചില്ല. പിന്നെ ഇടയ്ക്കുള്ള സമയം കണ്ടെത്തി ചില ഉപവാസ പ്രാർത്ഥനയിൽ അല്പസമയം പോയിരിക്കാനെല്ലാം മാത്രം എനിക്ക് കഴിയുള്ളായിരുന്നു. അങ്ങനെ കുറച്ച് ആത്മീയമായ സ്വാതന്ത്ര്യം കുറഞ്ഞ സമയമായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, എനിക്ക് ചർച്ചിൽ പോകാൻ കഴിയുന്നില്ലല്ലോ, എനിക്കും പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടണമല്ലോ എന്നെല്ലാം മനസ്സിലോർത്തു. ഒരു ദിവസം ഞാൻ ഫിക്സ് ചെയ്തിട്ട് ചർച്ചിൽ പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച്, സുനിത അന്ന് എൻ്റെ കൂടെ ഇല്ല എങ്കിലും തന്നെ റിസ്ക് എടുത്ത് തന്നെ ആദ്യമായിട്ട് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ച് ഞായറാഴ്ച വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എന്നെ പുറത്തേക്ക് ഇറക്കിയില്ല, എന്നെ വിട്ടില്ല. അപ്പം ഞാൻ ആ വിഷമത്തിൽ റൂം അടച്ച് ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു പറഞ്ഞു, ദൈവമേ, ഞാൻ ഇതുവരെ നീ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു, ഇപ്പോൾ എൻ്റെ ആത്മീയ സ്വാതന്ത്ര്യം കുറഞ്ഞിരിക്കുകയാണ്. സുനിതയും എൻ്റെ കൂടെ ചർച്ചിൽ വരാനില്ല, എങ്കിലും പോകണമെന്ന് വിചാരിച്ചു, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ഞാൻ ആ കട്ടിലിൽ കിടക്കുന്ന ഒരു മയക്കത്തിലേക്ക് അങ്ങ് പോവുകയും ഞാൻ ഇങ്ങനെ കാണുക, എക്സഡസ് ചർച്ചിൽ ആ ആരാധനയുടെ നടുവിൽ അവിടെ പാസ്റ്റർ ഏലിയാസ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ വന്ന് എൻ്റെ തലയിൽ കൈവയ്ക്കുന്നതായി. പെട്ടെന്ന് തന്നെ ഞാൻ കിടന്നിരുന്ന കട്ടിൽ കിടന്ന് കുലുങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ആ മയക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ എൻ്റെ കട്ടിൽ കിടന്ന് കുലുങ്ങുന്നതായി ഞാൻ കാണുകയാണ്. എന്നാൽ പുറത്ത് TV കണ്ടുകൊണ്ടിരുന്ന എൻ്റെ അനിയത്തിക്ക് ആ അനുഭവം ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവം എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം വായിച്ച വചനവുമായി ഇനി ഇതാണോ പരിശുദ്ധാത്മാവിനുള്ള അഭിഷേകം എന്നെല്ലാം ഞാൻ ചിന്തിച്ചു.
ഞാനത് സുനിതയെ വിളിച്ച് ചോദിച്ചു, സുനിതയെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഇതാണോ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം? സുനിത പറഞ്ഞു, അത് തന്നെ ആയിരിക്കാം സുരേഖ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അന്യഭാഷ എൻ്റെ നാവിൽ പകരുകയും ചെയ്തു. അങ്ങനെ അന്യഭാഷ എൻ്റെ നാവിൽ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അന്യഭാഷയിലെല്ലാം ആരാധിച്ച് സന്തോഷിച്ച് നടക്കാനിടയായി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ എന്നോട് MSc വെച്ച് സുവിശേഷം പങ്കുവച്ച എൻ്റെ സുഹൃത്ത് സാം വർഗീസ് എന്നാണ് പേര്. സാം ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് നെതർലാൻഡ്സിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ആത്മീയ പുരോഗതിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനിടയായത്. എന്നോട് ആദ്യമായിട്ട് സുവിശേഷം ഷെയർ ചെയ്തതും സാം തന്നെയായിരുന്നല്ലോ MScയിൽ വെച്ച്. ഇവിടെ വന്ന് എൻ്റെ പുരോഗതിയും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി കുറച്ച് ആത്മീയമായ സ്വാതന്ത്ര്യത്തിൽ അല്ല ഞാൻ എന്നുള്ളത് മനസ്സിലാക്കാനിടയായി. പിന്നീടൊരു ദൈവിക നിയോഗത്തിൽ എന്നെ വിവാഹം കഴിക്കാനുള്ളൊരു ആഗ്രഹം പാസ്റ്റേഴ്സുമായി പങ്കുവയ്ക്കാനിടയായി. എൻ്റെ പാസ്റ്റേഴ്സിനോട് സംസാരിച്ചു, അതേസമയം സ്വന്തം പാരൻസിനോടും സംസാരിക്കാനിടയായി. അതേസമയം എൻ്റെ വീട്ടിലും എനിക്ക് വിവാഹാലോചനകൾ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ ഇതേ വിശ്വാസത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന് ബോധ്യമായപ്പോൾ എൻ്റെ അമ്മാവനും പാരൻസും എല്ലാവരും അവസാനം ഈ ഒരു വിവാഹത്തിന് സമ്മതം തരികയും ചെയ്തു. അങ്ങനെ 2008 സെപ്റ്റംബർ 15 ഞങ്ങളുടെ വിവാഹം നടക്കുവാനിടയായി. ഞാൻ എൻ്റെ റിസർച്ച് ലാബിൽ PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തിലുള്ള ഈ മാറ്റങ്ങളും എല്ലാം കണ്ടിട്ട് എൻ്റെ സഹപ്രവർത്തകർ എന്നോട് എന്താ സുരേഖയുടെ വിശ്വാസത്തിൽ സംഭവിച്ചത് എന്ന് ചോദിക്കാനിടയായി. ഞാൻ അവരോട് എൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഒരു മതപരിവർത്തനമല്ല, ഒരു മനപരിവർത്തനമാണ് എനിക്ക് നടന്നതെന്നും യേശുക്രിസ്തുവാണ് ഏകദൈവം എന്നുമെല്ലാം എനിക്ക് യേശുക്രിസ്തുവുമായുള്ള ആ അനുഭവങ്ങളും എൻ്റെ മുറിയിൽ ഇറങ്ങി വന്നതും എല്ലാം ഞാൻ അവരുമായി ഷെയർ ചെയ്യാനിടയായി. പലരും അതിലൊരുപാട് വിസ്മയം പൂണ്ട് വിശ്വസിക്കാനിടയായി. ചിലർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ അടുത്ത് വരാനിടയായി. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പലരുടെയും പ്രാർത്ഥനയിൽ ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടാനിടയായി. ചിലർ ഞങ്ങളുടെ കൂടെ ചർച്ചിലേക്ക് കടന്നു വന്നു. ഞാൻ എൻ്റെ സാക്ഷ്യത്തെ ചുരുക്കട്ടെ. അങ്ങനെ 2006 ജൂൺ 11 യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ഏറ്റെടുക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അതേ വർഷം സെപ്റ്റംബർ 9 കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു ചുരുക്കം ഇതാണ്. ഒരു സത്യാന്വേഷകനാണെങ്കിൽ ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹത്തോടെ നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു വച്ചാൽ ദൈവം തീർച്ചയായും നമ്മുടെ മുമ്പിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. മുഖാമുഖമായി സംസാരിക്കുന്ന ഒരു ദൈവമാണ് യേശുക്രിസ്തു. പാപത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമെല്ലാം എല്ലാ മതങ്ങളും പറയുന്നുണ്ട്. പാപത്തിൽ നിന്ന് മോക്ഷം നേടണമെന്ന് അനുശാസിക്കുന്നുമുണ്ട്. എന്നാൽ ഇതാകുന്നു വഴിയെന്ന് വ്യക്തമായി ആരും പറയുന്നില്ല. ചില ആത്മീയ ആചാര്യന്മാർ പറയുന്നു അതാകുന്നു വഴി, ഇതായേക്കാം വഴി, അല്ലെങ്കിൽ പുണ്യനദികളിൽ കുളിക്കുന്നതോ സ്നാനപ്പെടുന്നതോ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതോ മല ചവിട്ടിക്കയറി ചെല്ലുന്നതോ എല്ലാമാണ് മോക്ഷത്തിനുള്ള വഴിയെന്ന് പറയുന്നെങ്കിലും വ്യക്തമായി പറയുന്നതേയില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞത് യേശുക്രിസ്തു മാത്രമാണ്. പാപത്തിന്റെ ശമ്പളമായ ഈ മരണം നമ്മുടെ മേൽ വരാതെ വണ്ണം ദൈവപുത്രനായ യേശു ദൈവത്വത്തെ സ്വർഗത്തിൽ ഉപേക്ഷിച്ചിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മളുടെ പാപങ്ങൾ എല്ലാം തൻ്റെ ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിതനായി നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. ആ രക്ഷ നമ്മൾ ഏറ്റെടുക്കുമെങ്കിൽ നമ്മൾക്ക് രക്ഷയുണ്ട്, നിത്യരക്ഷയുണ്ട്. ദൈവവുമായി നമുക്ക് നിരപ്പ് പ്രാപിക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി എനിക്ക് വേണ്ടി മരിച്ചു എന്നും
ഉയർത്തെഴുന്നേറ്റു, ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നുവെന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. അങ്ങനെയുള്ളവർ മരിച്ചാലും ദൈവത്തോടുകൂടെ ജീവിക്കും. ഇതാകുന്നു എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു ചുരുക്കമായി എനിക്ക് പറയാനുള്ളത്. എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.